പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്സും. നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരം എന്നുള്ള കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. പിന്നെ വരികളിലേക്ക് പോവാം. പിന്നെ എങ്ങനെയാണ്? മൂഢതയല്ലാതെ അവനറിവില്ല, ഗണിതഗ്രന്ഥം വൈദ്യവുമുണ്ടതി ഗുണവാനെന്ന് പ്രസിദ്ധൻ താനും. ലോകത എന്നത് കണി കാൺമാനില്ലേഖന ദോഷമതേവമസഖ്യം. കണ്ടാൽ നല്ലൊരു പുരുഷനവന് വേണ്ടാതനവും കോപവുമേറും. കണ്ഠജനത്തോട് ശുണ്ഠി കടിച്ചും രണ്ടാം വാക്കിന് കേറിയടിച്ചും. മീശക്കൊമ്പും ലന്തക്കുഴലും ദേശത്തേക്കൊരു മുമ്പും വമ്പും. ഊശാന്താടിയും ഉള്ളവനങ്ങൊരു കാശിനു പിടിയ പടയിൽ ചെന്നാൽ. പഞ്ഞികണക്കെ നരച്ചൊരു വൃദ്ധന്. ഇപ്പം എന്താണ് മൂഢത എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തമാണ് അല്ലേ? അപ്പോൾ വിഡ്ഢിത്തമല്ലാതെ പറയില്ല. ഇനിയോ ഗണിതവും വൈദ്യവും പഠിച്ചുവെങ്കിലും ഗുണവാനെന്ന് അല്ലേ, ഗണിതവും അല്ലേ വൈദ്യമൊക്കെ പഠിച്ച ഗുണവാനെന്ന് നാട്ടുകാരൊക്കെ പ്രശംസിക്കുന്നുണ്ടെങ്കിലും ഇനി ചുറ്റുപാടുമായുള്ള ആൾക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അയാൾ പെരുമാറുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ലോകത എന്നത് കണി കാൺമാനില്ലേഖന ദോഷമതേവം അസഖ്യം. കണ്ടാൽ നല്ലൊരു പുരുഷനവന് വേണ്ടാതനവും കോപവുമേറും. ഇനി മറ്റൊരാൾ കണ്ടാൽ എങ്ങനെയാണ്? സുന്ദരനാണെങ്കിലും അയാളുടെ തോന്നിയാസവും ദേഷ്യവും കലശലാണ് അയാൾക്ക്. ഇനിയോ കാണുന്നവരോടെല്ലാം വഴക്കടിച്ചും ഒരു വാക്ക് പറഞ്ഞ് രണ്ടാമത്തത് പറയുമ്പോഴേക്കും അടിച്ചു വീഴിക്കുകയും ചെയ്യും. അങ്ങനെ മറ്റൊരു സ്വഭാവം. ഇനിയോ കൊമ്പൻ മീശയും ഊശാന്താടിയും വെച്ച് നടക്കുന്നവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ലന്തക്കുഴൽ. ലന്തക്കുഴൽ എന്താണ്? തോക്കാണ് അല്ലേ? അങ്ങനെ കൊമ്പൻ മീശയും ഊശാന്താടിയും വെച്ച് നടക്കുന്നവൻ്റെ കയ്യിലാണെങ്കിലോ എപ്പോഴും ഒരു തോക്കുമുണ്ടാകും. അപ്പോൾ ദേശത്തെ വമ്പനാണ് താനെന്നാണ് ഭാവവും. അപ്പോൾ അവനാണ് എന്നുള്ള ആ ഒരു ഭാവം. അപ്പോൾ എങ്ങനെയാണ്? പിന്നെ അതുപോലെ തന്നെ പക്ഷെ യുദ്ധക്കളത്തിൽ ചെന്നാൽ ഒന്നിനും കൊള്ളാത്തവനാണ്. എങ്ങനെയാണ്? പഞ്ഞി പോലെ എന്താണ് നരച്ച മുടിയുള്ള വൃദ്ധന് അല്ലേ? അതുപോലെയാണ്, പഞ്ഞി പോലെ നരച്ച മുടിയുള്ള ഒരു വൃദ്ധനാണ് അവന് എന്നുള്ളതും കൂടെ പറയുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഉശാന്താടിയും ഉള്ളവനങ്ങൊരു കാശിനു പിടിയ പടയിൽ ചെന്നാൽ. ഈ പഞ്ഞി കണക്കെ നരച്ചൊരു വൃദ്ധന് എങ്ങനെയാണ്? കഞ്ഞി കുടിപ്പാൻ ഒരു വകയില്ല. പിന്നെ അടുത്ത ആളുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഒരു കഞ്ഞിക്ക് പോലും അഷ്ടിയില്ലാത്ത അല്ലേ? അപ്പോൾ കഞ്ഞി കുടിക്കാൻ പോലും ഒരു വകയില്ല. ഇനിയോ മൊഞ്ഞിയതങ്ങിന് മൂക്കും താടിയും 150 വർഷമതായി. അപ്പോൾ എത്ര വർഷമായി എന്നാണ് പറയണത്? ഇങ്ങനെയുള്ള ഒരു വൃദ്ധൻ താടിയും മീശയൊക്കെ വളർത്തി 50 വർഷമായിട്ട് നടക്കുകയാണ്. അങ്ങനത്തെ ആ വ്യക്തിക്ക് കഞ്ഞി കുടിക്കാൻ പോലും ഒരു വകയില്ല. യുദ്ധക്കളത്തിൽ ചെന്നാലോ മറ്റുള്ളവരോട് വഴക്കടിക്കുകയാണ് ജോലിയും. ഇനിയോ അക്കിഴവച്ചാർക്കിന്നും പടകളിൽ വക്കാണിപ്പാൻ ഒരു തടവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. യുദ്ധകളത്തിൽ ചെന്നാൽ മറ്റുള്ളവരുമായിട്ട് വഴക്കടിക്കാനേ നേരമുള്ളൂ. ഇനിയോ തോക്കുമെടുത്ത് നടക്കുവനെന്നും ചാക്കെന്നുള്ളതും അയാൾക്കില്ല. ഇനി എങ്ങനെയാണ്? ഒരുത്തനാണെങ്കിൽ തോക്കും എടുത്ത് നടക്കുകയാണ്, പക്ഷെ അയാൾക്ക് മരണഭയം ഒട്ടുമില്ല. ഇനിയോ ഊട്ടുകളിൽ ചെന്ന് അഷ്ടി കഴിക്കും പാട്ടും പാടി നടക്കുമൊരിക്കൽ. ഇനി എവിടെയാണ്? വീട്ടിലൊരിക്കലിരിക്കില്ല. പിന്നെ എവിടെയാണ്? സദ്യ നടക്കുന്ന ഇടങ്ങളിൽ ചെന്ന് ഭക്ഷണം തരപ്പെടുത്തും. അതാണ് അങ്ങനെ പറയുന്നത്. ഊട്ടുപുരയാണ് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം അല്ലേ? അപ്പോൾ ഊട്ടുകളിൽ ചെന്ന് അഷ്ടി കഴിക്കും പാട്ടും പാടി നടക്കുമൊരിക്കൽ. ഇനിയോ വീട്ടിലിരുന്നാൽ കടമുണ്ടാമതു വീട്ടിക്കൊള്ളുവാൻ മുതലും നാസ്തി. ഇനിയോ വീട്ടിലിരിക്കാറില്ല, ഇരുന്നാലോ കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടും. കടം വീട്ടാനുള്ള ഒരു വഴിയും അല്ലേ ഒരു വകുപ്പും അവർക്ക് ഇല്ലതാനെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടം വീട്ടാനുള്ള വകുപ്പൊന്നും കുടുംബത്തില്ല. ഇനി മറ്റൊരാളോ
വീട്ടിക്കൊള്ളുവാൻ മുതലും നാസ്തി. അമ്മാവൻ പണ്ട് അക്ഷരവിദ്യയിൽ അമ്മാത്രം പിടിപെട്ടൊരു ദേഹം സമ്മാനക്കവി ചൊൽവാൻ ഉചിതൻ. ഇനി മറ്റൊരാളുടെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ മോടിയിൽ നടക്കുന്ന മറ്റൊരുവൻ്റെ പരാതി മരുമക്കത്തായ തറവാട്ടിലെ കാരണവരെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നതും, അമ്മാവൻ പണ്ട് അക്ഷരവിദ്യയിൽ അമ്മാത്രം പിടിപെട്ടൊരു ദേഹം സമ്മാനക്കവി ചൊൽവാൻ ഉചിതൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അക്ഷരാഭ്യാസമുള്ളവനും കവിയും എന്ന നിലയിൽ സമ്മാനം നേടുന്നവനുമാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയുകയാണ് മറ്റൊരാൾക്ക് വഴി. ഇനിയോ, ഉമ്മാനും വകയില്ലെന്നല്ല അമ്മാവിക്കും മക്കൾക്കും പല സമ്മാനങ്ങൾ കൊടുത്തു പുലർത്തി തിന്മാനില്ലാതിങ്ങനെയാക്കിയ തമ്മാ പാപി പിണച്ചൊരനർത്ഥം. ഇനി എങ്ങനെയാണ്? പക്ഷെ ഉണ്ണാൻ വകയുണ്ടായിരുന്ന കുടുംബസ്വത്ത് ആർക്കൊക്കെയാണ്? അമ്മായിക്കും മക്കൾക്കും ഒക്കെ സമ്മാനങ്ങൾ കൊടുത്ത് ഇപ്പോഴെന്തായി? തറവാട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ ആക്കി. എല്ലാം എന്താണ്? വിറ്റു തുലച്ചു എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്കും എത്തുകയാണ് ചെയ്യുന്നതും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അമ്മാവിക്കും മക്കൾക്കും പല സമ്മാനങ്ങൾ കൊടുത്തു പുലർത്തി തിന്മാനില്ലാതിങ്ങനെയാക്കിയ ആ പാപി പിണച്ചൊരനർത്ഥം. അപ്പം ഇങ്ങനെ പൂർവന്മാരെ കൊണ്ടൊരു ഭംഗിക്കാരൻ ഭാഷിക്കുക പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പൂർവികരെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, തറവാട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ ആക്കി എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്. ഇനിയോ, മറ്റും പല ഗുണമുണ്ടെന്നാലും കുറ്റം വരും ഇത് ഗുരുനിന്ദകളാൽ. ഇനി അടുത്ത ആൾക്കോ, ഗുരുനിന്ദ നടത്തിയാൽ പല ഗുണമുണ്ടാകാമെങ്കിലും അതിലും കുറ്റവും വരും. ഇനിയോ, അടിയനിതൊക്കെ വിചാരിച്ചാൽ ഈ തടിയന്മാർ പലരുള്ളതിലിപ്പോൾ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നത് എന്തിനാണ്? ഈ തടിയന്മാർക്കും താൻ തൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് ആരാണ്? രുക്മി പറയുകയാണ്. അതാണിങ്ങനെ, എന്തിനാണ് ഞാനിങ്ങനെ. അപ്പോൾ മടിയാതൊരുവനും പെൺകൊടിയാളെ ജഡതി കൊടുപ്പാൻ തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരാൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തോന്നുന്നില്ല. ശിശുവാമെന്നുടെ സോദരി തന്നെ ശിശുപാലന് കൊടുത്താൽ കൊള്ളാം എന്നുകൂടെ പറയാണ്. അപ്പോൾ കുട്ടിയാണല്ലേ, ശിശുവാണ്. അപ്പോൾ കുട്ടിയായിട്ടുള്ള തൻ്റെ സഹോദരിയെ ശിശുപാല രാജാവിന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് അവിടെ രുക്മി പറയുന്നതും. ശിശിരാചലപതി തന്നുടെ മകളെ ശിശുശശിചൂഢന് വേൽപ്പാൻ നൽകി എന്നതുപോലെ നന്നായി വരുമതേ സുന്ദരനാം അവനോടിവൾ ചേർന്നാൽ. പിന്നെന്താ പറയുക, ഹിമവാൻ തൻ്റെ മകളായ പാർവതിയെ ശിവന് നൽകുകയുണ്ടായി അല്ലേ എന്നാണ്. ശിശിരാചലപതി തന്നുടെ മകളെ ശശിചൂഢൻ ശിവനാണല്ലേ, അപ്പോൾ അവർക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ എന്താണ്, നല്ല ചേർച്ചയായിരിക്കും. എങ്ങനെ? രുക്മിണി ശിശുപാലനോട് ചേർന്നാൽ എന്ന് പറയണം. സുന്ദരനാം അവനോടിവൾ ചേർന്നാൽ. വേദിയർ പലരും ബഹുമാനിച്ചു ആദിയിൽ അവനുടെ ജനനദശയാം ജനനീ ഗർഭേ നിന്നു ജനിച്ചുടൻ അവനീഭാഗെ വീഴുന്നേരം അവനീപാലന് 3 ഭുജങ്ങളും അവയവ ശോഭയും എത്ര വിചിത്രം. അവനുടെ വൈരിയൊരുത്തൻ ചെന്നങ്ങവനെ കയ്യിലെടുത്തൊരു സമയേ 3-ാം ഭുജമതു സപതി മറഞ്ഞും. ഇനി എങ്ങനെയാണ്? വേദപണ്ഡിതന്മാർ പ്രകീർത്തിച്ച ജനനമായിരുന്നു ആരുടേത്? ശിശുപാലൻ്റേത്. അതാണ് വേദിയർ പലരും ബഹുമാനിച്ചു ആദിയിൽ അവനുടെ ജനനദശയാം. ഇപ്പോൾ ശിശുപാലൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജനിച്ചു വീണ സമയത്ത് എങ്ങനെയാണ്? 3 കൈകളുണ്ടായിരുന്നത്രേ എന്നാണ് പറയുന്നത് അല്ലേ. ജനിച്ച അവനീഭാഗെ വീഴുന്നേരം അവനീപാലന് 3 ഭുജങ്ങൾ 3 കൈകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെയോ, ശത്രുത മനസ്സിലുള്ളയാൾ കുട്ടിയെ എടുത്തപ്പോൾ എന്താണ്? വൈരി, ശത്രുത അല്ലേ. അവനുടെ വൈരി ഒരുത്തൻ ചെന്നങ് അവനെ കയ്യിലെടുത്തൊരു സമയേ. അപ്പം ശത്രുത മനസ്സിലുള്ളയാൾ കുട്ടിയെ എടുത്ത സമയത്ത് എന്താണ്? ഒരു കൈ എന്താണ്? 3-ാം ഭുജമത് സപതി മറഞ്ഞും എന്താണ്? അപ്രത്യക്ഷമാവുകയാണ് ചെയ്തതും. ഇനി 3 ഉലകൊക്കെ നിറഞ്ഞൊരശസ്സും
അതിശയമുള്ളൊരു പുരുഷനവൻ, പുനരതിബല വീര പരാക്രമശാലി, പ്രതിപട പടലമശേഷമർപ്പാൻ മതിമാൻ അവനിഹ മതിയാമൊരുവൻ, അതിലും ഗോപുരം എത്ര മനോഹരം, അതിലും വിസ്മയമെഴുനിലമാടം, മതിയുടെ മണ്ഡല മതിലംഘിപ്പാൻ മതിയുള്ളൊരു മഹാസൗധങ്ങളോ, അതിരേകം ധനധാന്യ സമൃദ്ധിയും, അതിലൊരു പാതി നമുക്കില്ലർത്ഥം, അതിമാനുഷനവൻ നല്ലി വല്ലഭൻ, അതിസുന്ദരൻ അവനതി സുകുമാരൻ. ഇനി എങ്ങനെയാണ് പറയുന്നത്? ഇപ്പം 3 ലോകത്തും അല്ലേ ശിശുപാലൻ്റെ കീർത്തി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള യശസ് കീർത്തിയാണ് അല്ലേ, നിറഞ്ഞൊരു യശസ്സും. അപ്പം അങ്ങനെ അവൻ്റെ കീർത്തി ഇങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഇനി അതിബലവാനും അതുപോലെ പരാക്രമശാലിയുമായ ശിശുപാലൻ ആരിലും എന്താണ്? അതിശയമുണ്ടാക്കുന്നവനാണ് എന്ന് പറയുകയാണ്. പിന്നെയോ ശത്രു സൈന്യത്തെ നേരിടാൻ ശിശുപാലൻ ഒരാൾ മതി അല്ലേ, മതിമാൻ അവനിഹ മതിയൊരുവൻ, അതിഗോപുരമെത്ര മനോഹരം എന്നൊക്കെ പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബുദ്ധിശാലിയാണ് അദ്ദേഹം, മതി ബുദ്ധിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ 7 നില മാളികയും ആ ഗോപുരവും ഒക്കെ എന്താണ്? നമ്മെ വിസ്മയിപ്പിക്കും. ഇനി ചന്ദ്രമണ്ഡലത്തോളം ഉയർന്നു നിൽക്കുന്ന മണിമേടകൾ നിരവധിയാണ് അല്ലേ, മണ്ഡലം അതിലംഘിപ്പാൻ അല്ലേ, മഹാസൗധം, സൗധം മണിമേടകളാണ്. അതൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ നിരവധിയാണ്. പിന്നെയോ ധനവും ധാന്യവും വളരെ അധികവുമുണ്ട്, അതിലും കൂടുതൽ ധനധാന്യ സമൃദ്ധിയുമുണ്ട്. ഇനിയോ കുണ്ടിനത്തിലെ സമ്പത്ത് അല്ലേ, അതിലൊരു പാതി നമുക്ക് പോലുമില്ല, അതിമാനുഷനാൻ അവനീ വല്ലഭൻ, അതിസുന്ദരനാം അവധി സുകുമാരൻ എന്ന് പറയുകയാണ്. അപ്പം ഇത്രത്തോളം എല്ലാം കൊണ്ടും അല്ലേ, ധനവും സമ്പത്തും എല്ലാ കഴിവുമുള്ളവനാണ് ആര്? ഇവിടെ ശിശുപാലൻ. അപ്പം എന്തുകൊണ്ടും ശിശുപാലൻ തന്നെയാണ് അവൾക്ക് ചേർന്ന ഭർത്താവ് എന്നുകൂടെ ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിമാനുഷനായ ശിശുപാല രാജാവ് അതിസുന്ദരനും സുകുമാരനുമാണല്ലേ. അപ്പോൾ ചേതിപൻ്റെ സമ്പത്തിൻ്റെ പകുതി പോലും നമുക്ക് വരില്ല. അപ്പോൾ അതിമാനുഷനായ ശിശുപാല രാജാവ് അതിസുന്ദരനും സുകുമാരനുമാണ് എന്നുകൂടി പറയുകയാണ്. എന്നിട്ടോ ഗതിയും നല്ലൊരു മതിയും രാജ്യസ്ഥിതിയും ക്രീഡാരതിയും കണ്ടാൽ അഴൽപ്പെടുമ സുരപതിയും ധനപതി ജനപതിമാരും മാമുനിമാരും, മതിമുഖിയാകിന രുക്മിണി തന്നെ പതിയാവാൻ ഉചിതൻ ശിശുപാലൻ. അപ്പം ശിശുപാലൻ തന്നെയാണല്ലേ. അപ്പം നടപ്പും ബുദ്ധിയും രാജ്യത്തിൻ്റെ അവസ്ഥയും അല്ലേ, ഗതിയും നല്ലൊരു മതിയും രാജ്യസ്ഥിതിയും അല്ലേ, അതാണ് ആ നടപ്പ് ഇരിപ്പും എന്നൊക്കെ പറയുന്നത്. ക്രീഡാ താല്പര്യവും കണ്ട് ശിശുപാലനോട് താരതമ്യപ്പെടുത്തി ദുഃഖിക്കുന്നവരാണ് ആര്? ദേവേന്ദ്രനും കുബേരനും മറ്റ് രാജാക്കന്മാരും, എന്തിനേറെ മഹാന്മാരായ മുനിമാർ പോലും എന്ന് പറയുകയാണ്. ജനപതിമാരും മാമുനിമാരും അല്ലേ, മധുമുഖിയാകന രുക്മിണി തന്നെ പതിയാവാൻ ഉചിതൻ ശിശുപാലൻ. അപ്പോൾ ചന്ദ്രമുഖിയായ രുക്മിണിക്ക് വരനാകാൻ ശിശുപാലൻ തന്നെയാണ് ഉചിതനെന്ന് രുക്മിണി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിന്നുടെ മാനസമെങ്കിലത് അങ്ങനെയെന്ന് പിതാവ് അരുൾ ചെയ്തു. അപ്പം ഇങ്ങനെയാണ് എന്താ, നിന്റെ മനസ്സിലെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് ഭീഷ്മകനും പറയുകയാണ്, ഭീഷ്മക രാജാവും പറയുകയാണ്. അപ്പോൾ രുക്മിണി തന്നെ സഖിമാരക്കഥ രുക്മിണിയോടും ചെന്നറിയിച്ചു. ഈ കഥകളെല്ലാം കേൾക്കുന്ന രുക്മിണിയുടെ തോഴിമാർ ഈ കഥ രുക്മിണിയെ അറിയിക്കുകയാണ്. നരപതി കന്യെ നിന്നുടെ വേളിക്കായി ഒരു നരപാലനെ വേസ്ത വരുത്തി ശിശുവാം നിന്നുടെ ഭർത്താവാൻ ശിശുപാലൻ താൻ എന്നും കേട്ടു മൂപ്പീന്നും പുനർ ഇളമയും അങ്ങിനെ എന്ന് തോഴിമാർ അറിയിക്കുകയാണ്. അപ്പോൾ രുക്മിണിയുടെ സഖിമാരെ വിവരം അറിയിച്ചു. ഒരു രാജകുമാരി, നിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, ശിശുവായ നിന്റെ ഭർത്താവായി വരാൻ പോകുന്നത് ശിശുപാലനാണ്. അപ്പോൾ രാജാവും ഇളയ രാജാവും തീരുമാനം എടുക്കുന്നത് പലരും കേൾക്കുകയുണ്ടായി. അപ്പോൾ ആ ആളോട് വരണമെന്ന് അറിയിക്കാനായിട്ട് ആൾ പോയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് ചെയ്യുന്നത്. കൽപ്പിക്കുന്നത് പലരും കേട്ടു. അപ്പോൾ രാജാവും ഇളയ രാജാവും ഇങ്ങനെ തീരുമാനമെടുത്ത് മറ്റന്നാൾ ഇവിടെ വരണമെന്ന് അറിയിക്കാൻ ആൾ പോയിട്ടുണ്ട് എന്നുള്ള എല്ലായിടത്തും ഈ വാർത്ത സംസാര വിഷയവും ആയിട്ടുണ്ട് അല്ലേ. നാളെ കഴിയെ
വരാനായി കൽപ്പിച്ചാളെ അയച്ചു നിന്നുടെ അച്ഛൻ. അപ്പം ഇങ്ങനെ പറയുന്നത് കേട്ടു, നാളെ ഇയാളോട് ഇവിടേക്ക് വരുവാനായിട്ട് എന്താണ് ഭീഷ്മക രാജാവ് പറയുന്നതായിട്ടും കേട്ടു എന്ന് തോഴിമാര് അറിയിക്കുകയാണ്. അപ്പോൾ രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായ ചേതി രാജാവ് ശിശുപാലനാണ് ഭർത്താവായി വരാൻ പോകുന്നത്. നീ ദുഃഖിക്കരുത്, സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നും അറിയിക്കുകയാണ്. പറയാണ് എന്താണ്, നീളെ കേളി തുടർന്നിതു മധിമുഖിയാളെ, നിന്റെ വിവാഹശേഷം മേദിനി പതികളിൽ അഴകേറുന്നൊരു ചേതി മഹീശ്വരൻ എന്നും കേട്ടു. അപ്പോൾ എല്ലാം കൊണ്ടും എന്താണ്, ഏറ്റവും സുന്ദരനായിട്ടുള്ള അല്ലേ, ഇവിടെ വരാൻ പോകുന്നത് ആരാണ്? കുബേരൻ, എല്ലാം ധനം കൊണ്ടും എല്ലാം കൊണ്ടും അല്ലേ എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു നല്ല രാജാവ് തന്നെയാണ് അല്ലേ, ശിശുപാലനാണ് നിന്റെ ഭർത്താവായിട്ട് വരാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ്, ഖേദിക്കരുതേ രുക്മിണി, നിൻ അതിമോദിക്കേണം അടുത്തു വിവാഹം. അപ്പം അതുകൊണ്ട് നീ ദുഃഖിക്കരുത്, വിവാഹം അടുക്കുമ്പോൾ നീ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നുകൂടി രുക്മിണിയെ സഖിമാര് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ആ പാഠഭാഗം.